Hello, hi my dear students. Today in this video we are going to continue the third chapter. In this video we are going to see the graphical method of solving linear equation. So we need a graph notebook for it and pencil and scale, eraser, everything. In graph sheet only we should use pencil for each and everything, for writing numbers, for writing scale and drawing, everything should be in pencil. Should not use pen, whether it's blue or black. ഗ്രാഫ്സ് ഷീറ്റിൽ പെൻസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഏതൊരു റീസണിന് വേണ്ടിയിട്ടും. എൻ്റെ കയ്യിൽ പെൻസിലില്ല, അതുകൊണ്ട് പെൻ എഴുതി ആ റീസണേ വരാൻ പാടില്ല. നിങ്ങളുടെ അടുത്ത് പെൻസിൽ ഇല്ലെങ്കിൽ, സ്കെയിൽ ഇല്ലെങ്കിൽ, എറേസർ ചെയ്തില്ലെങ്കിൽ ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമ്മളത് ഉണ്ടെങ്കിൽ മാത്രമേ നിർബന്ധമായിട്ട് നമ്മൾ ഗ്രാഫ് ഷീറ്റിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ അത് ഫോളോ ചെയ്യുക. So today we are going to see this graphical method of solving two linear equations. ഇനി ഗ്രാഫിൽ നമ്മൾ പോയിൻറ്റ്സ് ആണ്, എക്സ് കോർഡിനേറ്റ്, നമുക്ക് കോർഡിനേറ്റ്സ് ആണ് ആവശ്യം. എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ ഉണ്ടെങ്കിൽ നമുക്കൊരു പോയിൻ്റ് വയ്ക്കാൻ പറ്റും. ഈ പോയിൻ്റ് നമുക്ക് ഒരു പോയിൻറ്റിന് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും നമുക്ക് ആവശ്യമാണ്. സോ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ്. ഇനി ലൈന് വരയ്ക്കാൻ നമുക്ക് രണ്ട് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാൻ പറ്റും. സോ ഇഫ് യു ഹാവ് 2 points, if you have point A and point B, രണ്ട് പോയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ജോയിൻ ചെയ്താൽ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാൻ കഴിയും. ഇഫ് 2 points are very closer, if എയും ബി എന്നുള്ള രണ്ട് പോയിൻ്റ് വളരെ ക്ലോസ്, if they are very close, നമുക്കത് നമ്മൾ സപ്പോസ് അത് ലൈൻ വരയ്ക്കുമ്പോൾ ഉദ്ദേശിച്ച ലൈൻ ചിലപ്പോൾ മാറിപ്പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ സ്കെയിൽ വയ്ക്കുന്നതിലുള്ള മിസ്റ്റേക്കാണ്. നമ്മൾ സ്കെയിൽ കുറച്ച് ചെരിച്ച് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ലൈന് കുറച്ചും കൂടെ മാറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ ബെറ്റർ ടു ഹാവ് വൺ മോർ പോയിൻറ്റ്. നമ്മളൊരു ദൂരെ നോക്കി ഇനിയൊരു പോയിൻറ്റും കൂടി നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ 2 points മതിയാവും. ഒരു തേർഡ് പോയിൻറ്റും കൂടി ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് കുറച്ചും കൂടിയും അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, ഈ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ രണ്ട് ലൈൻ വരയ്ക്കുകയാണ്. ഇഫ് യു ആർ ഡ്രോയിങ് 2 lines, ഇഫ് 2 lines ആർ ഇൻ്റർസെക്റ്റിംഗ്, one line for one equation, another line for another equation, ഈ രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, ഇത് കിട്ടുന്ന എക്സ് വാല്യൂം വൈ വാല്യൂം ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരിക. സോ ഗ്രാഫിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ രണ്ട് ലൈന് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ പോയിന്റിൽ വരുന്ന എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ ആണ് ഇതിൻ്റെ സൊല്യൂഷനായിട്ട് വരിക. Now let us read the question. Draw the graph of equations x minus y plus 1 equal to 0 and 3x plus 2y minus 12 equal to 0. Determine the coordinates of the vertices of triangle formed by these lines and x-axis. So ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? So if there is x and y axis, we should draw this lines. So these lines intersect will like this. For example, so here we get one triangle. So we have to determine the coordinates of the vertices. So we have 3 vertices. ഇങ്ങനെ 3 vertices കിട്ടും. So vertices A, B and C. We have to write the coordinates, x value and y value of all 3 coordinates of vertices of this triangle with the x-axis. So this x-axis and y-axis. If it is asked for y-axis, then we have to select this one. Okay, if it is the question, it is asked with x-axis, so we have to shade this region. With y-axis means we have to shade this region. Okay, it's clear. And shade the region given and calculate its area. We have to calculate its area. So we can if it is this is triangle, so this is the base of this triangle. This is base. So we have to measure this base and measure this altitude. Then we can use half into base into height formula. Then we can find out that's a area. So നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാൻ നോക്കാം. Now I have taken these 2 equations. From this equation, let us find x value and y value. നമുക്ക്
minimum two coordinates values we need. Minimum 2 points. We can go for at least 2 or 3 points values. First we have to keep the x value as 0, so we get 1 point. Then y value as 0, then we will get another point. So first replace x with 0 in equation 1. But x is 0. Okay. So if you give 0 as x value, then y minus y plus 1 equal to 0. Minus y, when you send this 1, this becomes as minus 1. Minus minus we can cancel, so y value is 1. So one coordinate, if it is x is 0, then y is equal to 1. We can go for second one. Again replace, this time replace y with 0 in equation 1 itself, in equation 1. So this time x minus 0 plus 1 equal to 0. So this is 0, so x plus 1 is equal to 0. X, this 1 that side we can send x equal to 1. So we got 2 points here. If we need one more point, that's good to have another point. 2 points, we can have third point also. So it is good to have a third point. So I am going to replace x with any number. I am taking a number little distance. So in equation 1, I am going to replace it. So we can write x, instead of x I am going to take 4. 4 minus y plus 1 is equal to 0. So 4 plus 1, 5. 5 minus y is equal to 0. So here I am going to write that minus y is equal to minus 5. Y is equal to 5. So I got y value is 5. Now I am going to put the box for it. So x value and y value, all the coordinates I am going to write. When x is 0, y value is 1. So when x is 0, y value is 1. Then when x is minus 1, y value is 0. Or we can write when y is 0, x value is minus 1. When x is 4, y value is 5. When x is 4, y value is 5. So this I am going to write in the box. So I am going to erase these values for going to find the coordinates for a second equation. Okay, 3 points I am going to find. So replace x with 0 the first time in equation 2. So when you put 0, this all terms become 0 plus 2y minus 12 equal to 0. This minus 12 I send that side, so it becomes as plus 12. So 2y is equal to plus 12, y is equal to 12 divided by 2, y is equal to 6. So y value is 6. Then again I am going to replace y with 0 in equation 2. So y, when we substitute 0, this entire term is 0. So 3x plus 0 minus 12 equal to 0. 3x equal to 12. X is equal to 12 divided by 3 is equal to 4. X is 4. Third one, I am going to replace x with 1. X with 1 in equation 2. Okay, equation 2 I am going to replace with 1. So
when we substitute 1 here, this 3 into 1 becomes as 3 plus 2y minus 12 equal to 0. So 2y minus 9 equal to 0. 2y minus 9 equal to 0. So we can now when we send 9 that side, 2y is equal to 9, y is equal to 9 by 2, which is equal to 4.5. So we are getting a value sometimes like that in decimal point. Decimal value നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഒരു പോയിന്റും കൂടി എടുത്ത് നോക്കാവുന്നത് നല്ലതാണ്. സോ വി ക്യാൻ ഗോ ഫോർ അനദർ പോയിന്റ്. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വരാമെന്നുള്ള പോസിബിലിറ്റിയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. 2 പോയിൻറ്റ്സും കൊണ്ട് നിൽക്കണ്ട, തേർഡ് പോയിന്റ് കൂടി ഇട്ടാൽ നമ്മുടെ ആൻസർ അക്യൂറേറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, so 4.5 we got, so we can select one more point for it. Okay, അപ്പോൾ ഈ ഇക്വേഷന് വേണ്ടിയിട്ട് വൺ മോർ പോയിന്റ് കൂടി ഞാൻ എടുക്കുകയാണ്. ഇത് ഇവിടെ തന്നെ വെക്കുകയാണ്, ബിക്കോസ് എറേസ് ചെയ്ത് നമുക്ക് പോയിന്റ് കിട്ടില്ല, അതുകൊണ്ട് ആ പോയിന്റ്സ് ഇവിടെ വെക്കുകയാണ്. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ദിസ് പോയിന്റ്സ് ഇൻ ദ കോർണർ. സോ എക്സ് കമാ വൈ, എക്സ് ആൻഡ് 0, 1, -1, 0, 4 and 5. The first in the equation അപ്പോൾ ഇത് erase ചെയ്തു. Then I am going to select replace x with 2 in equation 2. So 3 into 2 plus 2y minus 12 equal to 0. So 6 plus 2y minus 12 equal to 0. So 2y minus 6 equal to 0. 2y equal to 6. Y is equal to 6 by 2. Y is equal to 3. Y is equal to 3. So x by y, x and y. We can write x and y coordinates here. So we got നമ്മൾ ഈ ഡെസിമൽ വാല്യൂ കൂടി എഴുതാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എടുക്കുന്നില്ല, കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതെടുത്താലും നമുക്ക് ആൻസർ കിട്ടുകയെന്നാണ്. 4.5 നമുക്ക് കിട്ടും, അതിൽ ആൻസർ നമുക്ക് ചെയ്യാനും പറ്റും. 4 പോയിൻറ്റ്സ് നമുക്കുണ്ട്, 4 പോയിൻറ്റ്സ് നമുക്ക് എഴുതാം. സോ എക്സ് 0 ആകുമ്പോൾ y വാല്യൂ 6, y 0 ആകുമ്പോൾ x വാല്യൂ 4, y 0 ആകുമ്പോൾ x വാല്യൂ 4. When x is 1, y value is 4.5. X is 1, y value is 4.5. When x is 2, y value is 3. So we got these points. നമുക്ക് ഈ പോയിന്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ലൈൻസ് നമുക്ക് വരയ്ക്കാം. Remaining things we can erase. Now I have drawn this graph. Graph വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ x ആക്സസും y ആക്സസും I have drawn. If you see that I have marked in capital letter, we have to always use it as mandatory, compulsory to do it. So capital X and this side x and x dash, capital Y and capital Y dash. ഇത് നിർബന്ധമാണ്. ഈ രണ്ട് എഡ്ജിലും നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ആരോ മാർക്ക് ഇട്ട് കൊടുക്കണം, അതും നിർബന്ധമാണ്. ഇതൊന്നും ഇല്ലാതെ ചെയ്യരുത്. ഈ നമ്പേഴ്സ് ഡെഫിനറ്റ്ലി യു ഷുഡ് യൂസ് മാൻഡേറ്ററിലി, യു ഷുഡ് യൂസ്, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡു ഇറ്റ് ഇൻ എ പെൻസിൽ. ഇറ്റ് ഈസ് വെരി what is that, very very important. You should use a pencil. ഇത് ഗ്രാഫ് ഷീറ്റിൽ എവിടെയും പെൻ യൂസ് ചെയ്യാൻ പാടില്ല. Then now we can mark it. This is for a first one, and this is for a second line. We have mark points, so we have to carefully mark it. First one is x0 y1, x0 y1, so this is the point. So x0 y1. Second one, x minus 1, so x value is -1, y value is 0, so this point.
സോ -1,0. ഇപ്പോൾ നോക്കി ഈ രണ്ട് പോയിൻറ്റ്സും വളരെ തൊട്ടടുത്താണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇഫ് പോയിൻറ്റ്സ് ആർ വെരി വെരി ക്ലോസ്, സോ നമുക്ക് ആ ലൈൻ വരയ്ക്കുമ്പോൾ തെറ്റ് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ മൂന്നാമതൊരു പോയിൻറ്റും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. സോ ഫോർത്ത് പോയിൻറ്റ് വി ഹാവ്, സോ you should use 3 points for it. So third point 4,5, x-axis 3, x-axis 4, y-axis 5. ഇത് രണ്ട് ജോയിൻ ചെയ്യുന്ന പൊസിഷനിൽ വേണം നമ്മൾ ലൈൻ ജോയിൻ ചെയ്യണം. എക്സാക്റ്റ് നമുക്ക് ഒരു പോയിന്റ് എടുക്കാം. സോ ഈ ലൈൻ നിങ്ങൾ വരയ്ക്കരുത്, ബിക്കോസ് ഇറ്റ് ഇസ് വെരി പ്ലെയിൻ ആയിട്ടുള്ളതായിരുന്നു. ഞാനിങ്ങനെ എനിക്കൊരു കോർഡിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. സോ നമുക്ക് ഈ ലൈനിൻ്റെ ആവശ്യമില്ല, ഈ ലൈൻ വരയ്ക്കരുത്. ഗ്രാഫ് ഷീറ്റിൽ നിങ്ങൾക്ക് ലൈൻസ് ഉണ്ടാവും, ആ ലൈൻസ് ഫോളോ ചെയ്താൽ മതി. സോ ദീസ് 2 points, ദിസ് പോയിന്റ് ഇസ് 4,5. സോ ഇനി ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങരുത്. കുറച്ചും കൂടി എത്ര നമ്മൾ പേപ്പറിൽ എത്ര സ്ഥലമുണ്ടോ, നിങ്ങൾ എന്താ പിശുക്കത്തരം പെടണ്ട, പേപ്പറിൽ എത്ര സ്ഥലമുണ്ടോ അത്രയ്ക്ക് നീട്ടി ലൈൻ വരച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എനിക്ക് ബോർഡിൽ എത്ര സ്ഥലം ഉണ്ടല്ലോ, ഞാൻ നീട്ടി വരച്ച് കാണിച്ചു തരാം എങ്ങനെ ലൈൻ വരയ്ക്കുക കേട്ടോ. ഇങ്ങനെ നിങ്ങൾക്ക് എത്ര സ്ഥലമുണ്ടോ അത്ര വലുതാക്കി വരച്ചോളൂ. ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ നിർത്തരുത് ലൈൻ. ഓക്കെ, ലൈൻ നീട്ടി വരയ്ക്കുക. അത് കഴിഞ്ഞു. ഇനി അടുത്ത് സെക്കൻഡ് ഇക്വേഷൻ, സെക്കൻഡിന് നമുക്ക് ലൈൻ വരയ്ക്കാം. 0,6, എക്സിൽ 0, വൈയിൽ 6, 0,6. ആദ്യത്തെ ലൈൻ വരച്ചതിന് ശേഷം രണ്ടാമത്തെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആയി പോകും. പിന്നെ 4,0, എക്സ് ആക്സിസിൽ 4, വൈ ആക്സിസിൽ 0. അപ്പോൾ ഇതാണ് 4ഉം 0ഉം വരുന്ന പോയിന്റ് ഇതാണ്. എക്സിൽ 4, വൈയിൽ 0, രണ്ടും മീറ്റ് ചെയ്യുന്ന പോയിന്റ്. സോ 4,0. അടുത്തത് 1, എക്സ് ആക്സിസിൽ 1, വൈ ആക്സിസിൽ എക്സ് ആക്സിൽ 1, വൈ ആക്സിസിൽ 4.5. 4.5 എവിടെയാണ് വരുന്നത് അത് നോക്കാം. 4.5. സോ 4ഉം 4.5 ഇവിടെ വരുന്നുണ്ട്. ഈ രണ്ട് പോയിന്റ് വരുന്ന ഇവിടെ 4.5, 1,4.5. ഇനി 2,3, എക്സ് ആക്സിസിൽ 2, വൈ ആക്സിസിൽ 3. ഈ രണ്ടും മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഏകദേശം ഇവിടെ വരും 2,3. അപ്പോൾ ഇത് കണക്ട് ചെയ്യുന്ന പോലെ ഒരു ലൈൻ നീട്ടി നമുക്ക് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഫുള്ളായിട്ട് വരച്ചോ. ഓക്കെ, സ്കെയിൽ പെൻസിൽ തീർന്നാലും പെൻസിൽ തീരുമെന്ന് വെച്ച് നിങ്ങൾ ചെറുതാക്കി വരയ്ക്കേണ്ട, തീർന്നാലും വീട്ടിൽ വാങ്ങിച്ചു തന്നോളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നീട്ടി തന്നെ വരയ്ക്കുക ഇങ്ങനെ. സോ നൗ യു ക്യാൻ സീ ദാറ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടീസസ്. അപ്പോൾ ഇവിടെ വെർട്ടീസസ് വരുന്നുണ്ട്, റൈറ്റ്? കോർഡിനേറ്റ്സ് ഓഫ് ദ വെർട്ടീസസ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നില്ല, കാരണം ഞാൻ റഫായിട്ട് വരച്ചതാണ്. സോ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് കോർഡിനേറ്റ്സ് കിട്ടുകയാണെങ്കിൽ കറക്റ്റായിട്ട് എഴുതാം. സോ ഐ എം ഗോയിങ് ടു റൈറ്റ് ദ കോർഡിനേറ്റ്സ്. സോ എനിക്ക് കിട്ടുന്ന കോർഡിനേറ്റ്സാണ് ഞാൻ വരയ്ക്കുന്നത്. ഇത് വന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് വരച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് കോർഡിനേറ്റ്സ് കിട്ടും. ഓക്കെ, so coordinates I am going to write, this I am going to mark it as A and this is B and C. So coordinates of the vertices, ഇത് എഴുതേണ്ടത് ഗ്രാഫ് ഷീറ്റുള്ള പേജിലല്ല, അതിന് തൊട്ടടുത്തുള്ള പേജിലാണ്. ഇപ്പോൾ ഞാൻ കാൽക്കുലേഷൻസ് മൊത്തം ചെയ്തില്ലേ, കാൽക്കുലേഷൻ ചെയ്യേണ്ടതും റൈറ്റ് സൈഡുള്ള പേജിലാണ്. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള പേജിൽ കാൽക്കുലേഷൻസൊക്കെ ചെയ്യുക, ഗ്രാഫ് വരയ്ക്കേണ്ടത് ലെഫ്റ്റ് സൈഡ് ഗ്രാഫുള്ള പേജിൽ. റൈറ്റ് സൈഡ് നിങ്ങൾക്ക് പെൻ യൂസ് ചെയ്ത് എഴുതാം, ഗ്രാഫ് ഷീറ്റിൽ പെൻസിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വെർട്ടീസസ് ഓഫ് ദ കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടീസസ് ഓഫ് ദ ട്രയാങ്കിൾ are A 2,3, അല്ലെങ്കിൽ എനിക്ക് 3.2, I am getting 2.5.
So 3, 2.5 കിട്ടുന്നുണ്ട്. X-axis just I am getting 2.5 എന്ന് വിചാരിച്ചോ. So X-axis 2.5 കിട്ടുന്നുണ്ട് 3 Y-axisൽ. ഒരു അപ്രോക്സിമേറ്റ് ആണ്, കാരണം എൻ്റെ ഗ്രാഫ് ഇവിടെ കറക്റ്റ് അല്ല, കാരണം ഞാൻ വെറുതെ കയ്യിൽ വരച്ചാറുണ്ട്. നിങ്ങൾ ഗ്രാഫ് ഷീറ്റിൽ വരച്ചാൽ കറക്റ്റ് നിങ്ങൾക്ക് കോർഡിനേറ്റ്സ് കിട്ടും. ഇനി ബിൻ്റെ പൊസിഷൻ വന്നിട്ട് 4,0, ബി 4,0 ആൻഡ് സി എനിക്ക് ഈ പോയിന്റ് കിട്ടുന്നുണ്ട്. സോ -1,0 എന്നാണ്. ഇനി കോർഡിനേറ്റ്സ് ഓഫ് വെർട്ടീസസ് കിട്ടി. ഇനി അടുത്തത് ഈ റീജിയൻ ഷെയ്ഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ റീജിയൻ നമുക്കിങ്ങനെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഷെയ്ഡിങ് എന്ന് വെച്ചാൽ ലൈൻ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ is equal to half into BH, ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹാഫ് ഇൻറ്റു ബേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. എങ്ങനെയാണ് കണ്ടത്? ഇവിടെ നിന്ന് ഇതുവരെ 1 യൂണിറ്റ്, ഇവിടെ നിന്ന് ഇതുവരെ 1 യൂണിറ്റ്, സ്റ്റാർട്ടിങ് ഇവിടെ നിന്നാണ്. ഇപ്പോൾ ഫസ്റ്റ് ഒരു ബോക്സ് നമ്മൾ ബോക്സ് കാൽക്കുലേറ്റ് ചെയ്ത് ഫസ്റ്റ് ബോക്സിൽ നമുക്ക് 1 യൂണിറ്റ് കിട്ടും. സെക്കൻഡ് ബോക്സ്, സോ ഇങ്ങനെ കണ്ടു 1, 2, 3, 4, 5 എന്നാണ്. നമ്മൾ ഇങ്ങനെ ഈ നമ്പർ തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യരുത്. ഒരു ബോക്സ്, ഫസ്റ്റ് ബോക്സ് 1 ബോക്സ്, 2 ബോക്സസ്, 3 ബോക്സ്, 4 ബോക്സ്, 5 ബോക്സ്, 5th ബോക്സ്. അപ്പോൾ ബേസ് വന്നിട്ട് 5 യൂണിറ്റ്സ്. ഇനി ഹൈറ്റും അതേപോലെ തന്നെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഹൈറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇവിടെ വരുന്ന പോയിൻ്റാണ്. അപ്പോൾ 1 ബോക്സ്, 1, 2, 3 ബോക്സസ്, അപ്പോൾ ഹൈറ്റ് 3 ആണ് വരുന്നത്. സോ which is equal to 5 into 3, 15. 15 by 2 is equal to 7.5 square units. ഈ കാൽക്കുലേഷൻ മൊത്തം നമ്മൾ റൈറ്റ് സൈഡിലാണ് ചെയ്യേണ്ടത്, ഗ്രാഫ് ഷീറ്റുള്ള പേജിലല്ല. ഞാൻ ബോർഡിൽ സ്പേസ് ഇല്ലാത്ത കാരൻ്റെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്തതാണ്. പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് കേട്ടിട്ട് ആൻസർ നിങ്ങൾ ഗ്രാഫ് നോട്ടിൽ എഴുതാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. Thanks for watching. See you in the next class.